കേട്ടു രസിക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എഫ് എം മെഡോണ 39.25. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അവന്തിക 7th D. കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നോക്കൂ. എങ്ങനെയാ സ്കൂളിൽ വന്നത്? നല്ല വൃത്തിയിലാണോ? വൃത്തിയിലുള്ള യൂണിഫോം ധരിച്ചു വേണം നമ്മൾ സ്കൂളിൽ വരാൻ അല്ലേ? മുടിയൊക്കെ ചീകി കയ്യിലെയും കാലിലെയും നഖങ്ങൾ മുറിച്ച് തന്നെയല്ലേ നിങ്ങൾ സ്കൂളിൽ വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ നാളെ മുതൽ അങ്ങനെ വരണം കേട്ടോ. നമ്മുടെ പുസ്തകങ്ങളും പേനയും പെൻസിലും എല്ലാം സൂക്ഷിച്ചു വെക്കണം. അവരൊക്കെ നമ്മുടെ കൂട്ടുകാരല്ലേ. നമ്മുടെ സ്കൂൾ നമ്മുടെ രണ്ടാമത്തെ വീടാണ്. മിഠായി കടലാസുകളോ നോട്ട് ബുക്കിലെ പേജുകളോ മറ്റു മാലിന്യങ്ങളോ ഒന്നും തന്നെ നിലത്തിടരുത്. പിന്നെ എവിടെയാ ഇടേണ്ടത്? നമ്മുടെ ക്ലാസ് റൂമിലും സ്കൂൾ കോമ്പൗണ്ടിലും എല്ലാം വേസ്റ്റ് ഡസ്റ്റ്ബിനുകളുണ്ട്. അവിടെ മാത്രമേ നിക്ഷേപിക്കാവൂ. നമ്മുടെ സ്കൂൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് കൂട്ടുകാരെ. സ്കൂളിലെ നിയമങ്ങളും ചിട്ടകളും എല്ലാം നമ്മൾ പാലിക്കണം. ക്ലാസ്സിൽ ടീച്ചർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബഹളം വയ്ക്കാതെ മറ്റു കുട്ടികളോട് അടികൂടാതെ നല്ല കുട്ടികളായിരിക്കണം. അച്ചടക്കമുള്ള കുട്ടികളെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ സ്കൂളിലെ കൂട്ടുകാരോടും ടീച്ചർമാരോടും ചേച്ചിമാരോടും റോണി അങ്കിളിനോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വേണം സംസാരിക്കാൻ. ആരെയും കളിയാക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യരുത്. നല്ല മനസ്സോടെ എല്ലാവരുമായി കൂട്ടുകൂടണം. അപ്പോൾ കൂട്ടുകാരെ, നല്ല കുട്ടികളായിരിക്കാൻ എല്ലാവരും തയ്യാറല്ലേ? കൂട്ടുകാരെ, നമ്മൾ റേഡിയോയിലൂടെ കഥയും കവിതയും എല്ലാം കേട്ടു. ഇനി ശാസ്ത്രലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ കേട്ടാലോ? എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് കേൾക്കാം, പഠിക്കാം. സയൻസ് പാർക്ക്. ഇന്നത്തെ സയൻസ് പാർക്കുമായി 7Cയിലെ ആൻമേരി തയ്യാറാണ്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ദൂരെ കാണുന്ന ഓരോ നക്ഷത്രങ്ങളും യഥാർത്ഥത്തിൽ വലിയ സൂര്യന്മാരാണ്. ചില നക്ഷത്രങ്ങൾ നിങ്ങൾ കണ്ണടച്ചു തുറക്കുന്ന അത്രയും വേഗത്തിൽ കത്തിയെരിയുന്നു. അതായത് ഓരോ നിമിഷവും കോടിക്കണക്കിന് ഊർജം അവ പുറത്തുവിടുന്നു. കടൽ വെള്ളം നീല നിറത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് സൂര്യപ്രകാശത്തിലെ നീല നിറത്തെ കടൽ വെള്ളം ആഗിരണം ചെയ്യാതെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ്. മറ്റ് നിറങ്ങളെ വെള്ളം ആഗിരണം ചെയ്യുകയും നീല നിറത്തെ മാത്രം തിരിച്ചയക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഭൂമിയിൽ കാറ്റും മഴയും എല്ലാം ഉണ്ടല്ലോ. എന്നാൽ ചന്ദ്രനിൽ കാറ്റില്ല. കാരണം ചന്ദ്രന് സ്വന്തമായി അന്തരീക്ഷമില്ല. അതുകൊണ്ട് അവിടെ ശബ്ദവുമില്ല, കാറ്റുമില്ല. താങ്ക് യു ആൻമേരി. കൂട്ടുകാരെ, നാളെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? നാളെയാണ് മലയാള സാഹിത്യ ലോകത്തെ സുൽത്താൻ, സാധാരണക്കാരുടെ പ്രിയപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ചരമദിനം. പാത്തുമ്മയെ, സുഹറയെ, മജീദിനെ, ഒറ്റക്കണ്ണൻ പോക്കരെ, മൂക്കനെ, എട്ടുകാലി മമ്മൂനിനെ എല്ലാം നമുക്ക് സമ്മാനിച്ച ബേപ്പൂർ സുൽത്താൻ ഓർമ്മയായിട്ട് നാളേക്ക് 31 വർഷങ്ങൾ തികയുകയാണ്. നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ബഷീറിന്റെ ശബ്ദം ഇതാ. മറ്റേ ആ കഥാപാത്രങ്ങളൊക്കെ എന്റെ സ്വന്തം ആൾക്കാരല്ലേ. എന്റെ മദറും എന്റെ സിസ്റ്റേഴ്സും എന്റെ ബ്രദേഴ്സുമാണ്. അതിൽ അന്യമായിട്ട് ആട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്റെ വീട്ടിലുള്ള ആള്. ആ വീടൊക്കെ ഇപ്പോ പരിഷ്കരിച്ച് എന്റെ അനിയൻ അബൂബക്കർ അതെല്ലാം പൊളിച്ചു പണിത് പുത്തൻ വീടാക്കി. ഞാനവിടെ ഒരു വീട് പണിതിരുന്നു. അപ്പൊ അതിന് വാശിക്ക് അവനോടൊന്നുണ്ടാക്കിയതാണ്. കാശന്റെ വാങ്ങിച്ചാണ്. ബസ് ഈ കൊടുങ്ങല്ലൂരിന് ഇവനേതാണ്ട് ഒരു ഞാനൊരുമാതിരി ചെറിയ ഒരു ഇതുമാതിരിയുള്ള കാലത്ത് എനിക്കറിയാം. ഇവനെയും നമ്മുടെ MT വാസുദേവൻ നായരെയും ഞാൻ വീട്ടിലേക്ക് ഒരു ക്ഷണമുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരിക ഇവർ വന്നാൽ, അല്ല മാസത്തിൽ ഒരു പ്രാവശ്യം വരിക. ഇവർ വന്നിട്ട് ഇവർക്ക് ഉച്ചയ്ക്ക് നല്ല തിരുത പൊരിച്ചതും വെച്ചതും എല്ലാം കൂടെ കൂട്ടി നല്ല ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ തേക്കാൻ നല്ല എണ്ണയും സോപ്പും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടിനും കൂടെ ഞങ്ങളുടെ ഈ തെങ്ങിന്റെ ചൂട്ടിൽ നിന്ന് കുളിക്കണം. ഇവരുടെ ദേഹത്തുള്ള ഇതുണ്ടല്ല രാസവളങ്ങൾ അത് തെങ്ങിനെ വീഴും. എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവനും MT വാസുദേവനും കുളിക്കില്ല. അതെ, ഞങ്ങൾ രണ്ടുപേരും വളരെ വൃത്തിയിൽ നടക്കുന്നില്ല, അസൂയോണ്ട് പറയും. അതാ കഴിക്കട്ടെ. ശുഭം. 2 മക്കളുണ്ട്. മൂത്തത് മകളാണ് ഷാഹിന ബഷീർ, ചേന്നമംഗലൂർ ഹൈസ്കൂളിൽ പഠിക്കുന്നു. പിന്നെ മോൻ ഇവിടെ ഏഡൻ നഴ്സറി സ്കൂളിൽ പഠിക്കുന്നു. നമ്മുടെ സർക്കാർ
ഒരു 200 രൂപ രാഷ്ട്രീയ പെൻഷൻ തരുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിപ്പോയി. അപ്പോൾ 150 രൂപ അയാളുടെ മോൾക്കുമാകും, ഒരു 25 രൂപ മോനുമാകും. ബാക്കി 25 രൂപ എനിക്ക് ഇവർക്ക് പശുവുണ്ട്, ആടുകളുണ്ട്, എരുമയുണ്ട്. ഈ എരുമയും ഈ ആടിനെയെല്ലാം വളർത്താനായിട്ടുള്ള ഒരു എന്താണ് നമ്മൾ പറയുക, ആലയോ തൊഴുത്ത് ഒരാലയുണ്ട്. അതിന് 3000 രൂപ ചിലവാക്കി ഉണ്ടാക്കിച്ചതാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ പുല്ല്, വൈക്കോല്, ഓക്കേപ്പൊടി, കിഴങ്ങ് പൊടി, മറ്റേ പിണ്ണാക്ക് ഇതെല്ലാം വാങ്ങിക്കാൻ ഞാൻ കാശ് കൊടുക്കണം. പശുവും ആടിനെയും കറന്നിട്ട് ഇവൾ പാല് വിൽക്കും. പാല് വിറ്റിട്ട് അവിടെ 2-3 മാസ്റ്റർമാർ എൻ്റെ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു 70 രൂപ തന്ന്. അത് ഇവള് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ഇവള് പിന്നെ ഇവളുടെ ഒരു ഇഷ്ടക്കാരി ഒരു പെൺ പോലീസിനെ വിളിച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ പോയി. നിറല്ലേടി? പിന്നെ താമ്രപത്രം, 2 താമ്രപത്രമുണ്ട് എനിക്ക്. ഇപ്പൊ ഇന്ത്യയിലധികം ആൾക്ക് 2 താമ്രപത്രം കിട്ടിയിട്ട് ആളുടെ ചുരുക്കമായിരിക്കും. ഒന്ന് രാഷ്ട്രീയത്തിനും, ഒന്ന് സാഹിത്യത്തിനും. ആ സാഹിത്യത്തിനുള്ള താമ്രപത്രം ഇവിടെ കൊണ്ടു തന്നു ഡൽഹിയിൽ നിന്ന്. നിങ്ങൾ കേട്ടത് പ്രശസ്ത എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിന്റെ പത്നി ഫാബി ബഷീർ, ആകാശവാണി കോഴിക്കോട് നിലയാംഗം KA കൊടുങ്ങല്ലൂർ എന്നിവർ പങ്കെടുത്ത സംഭാഷണത്തിന്റെ ഒരു ഭാഗം. പ്രിയ സാഹിത്യകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ മെഡോണിയയുടെ പ്രണാമം. ഈ ആഴ്ചയിലെ വാർത്താവിശേഷങ്ങൾ കേട്ടാലോ? വെള്ളത്തിൽ ലയിക്കുന്നതും അഴുകി ഇല്ലാതാകുന്നതുമായ മെമ്മറി ഡിവൈസ് വികസിപ്പിച്ച് ദക്ഷിണ കൊറിയൻ ഗവേഷകർ. 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം KSRTCക്ക് പുതിയ ബസ്സുകൾ എത്തി. 2018 100 ഡീസൽ ബസ്സുകൾ വാങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് KSRTCക്ക് പുതിയ ബസ്സുകൾ വാങ്ങിയത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശം രാഷ്ട്രീയമായി എതിർത്തെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഹിന്ദി പഠനത്തിന് പ്രാമുഖ്യം നൽകി സംസ്ഥാന സർക്കാർ. കാലാവസ്ഥാ വ്യതിയാന നിരീക്ഷണം ഉപഗ്രഹം ജപ്പാൻ വിജയകരമായി വിക്ഷേപിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചിലവഴിക്കുന്ന അടുത്ത 100 ദിവസങ്ങളെക്കുറിച്ച് ആവേശം തോന്നുന്നുവെന്ന് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല. ഇന്ത്യയുടെ ബഹിരാകാശ അഭിലാഷങ്ങൾക്ക് പൊതുചരിത്രം സൃഷ്ടിക്കാൻ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള 23-കാരി ജാൻവി ദിൻഗറ്റി. ആദായ നികുതി ഇളവുകൾക്കു പിന്നാലെ ചരക്ക് സേവന നികുതിയും കുറയ്ക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിർണായകമായ ശാസ്ത്ര പരീക്ഷണങ്ങളിൽ മുഴുകി ശുഭാംശു ശുക്ലയും സംഘവും. കേരളത്തിൽ വേറുള്ളയാൾ ആദ്യമായി ബഹിരാകാശത്തേക്ക്. ഡോക്ടർ അനിൽ മേനോനാണ് അടുത്ത വർഷം ബഹിരാകാശ നിലയത്തിലെത്തുക. ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെ സമഗ്രമായ മാറ്റങ്ങളുമായി മുന്നേറുകയാണ് KSRTC. മാറ്റത്തിന്റെ പാതയിൽ ഇപ്പോഴിതാ പുതിയ സംവിധാനം പ്രാവർത്തികമാകുകയാണ്. നമ്മുടെ ഭൂമി നിലവിൽ മുൻപേത്തെക്കാൾ വേഗത്തിൽ കറങ്ങുന്നതിന്റെ കാരണം തേടി ശാസ്ത്രജ്ഞർ. ഇന്ത്യയുടെ കരസേന പ്രഹരശേഷിക്ക് കരുത്തേകാൻ അമേരിക്കൻ നിർമ്മിത AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഈ മാസം ഇന്ത്യയിലെത്തുമെന്ന് റിപ്പോർട്ട്. രാജ്യത്തെ ട്രെയിൻ യാത്രയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ബുള്ളറ്റ് ട്രെയിൻ വരുന്നു. മുംബൈ അഹമ്മദാബാദ് അതിവേഗ ഇടനാഴിയിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. ആദായ നികുതി ഇളവുകൾക്ക് പിന്നാലെ ചരക്ക് സേവന നികുതിയും കുറയ്ക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കറന്റ് ക്ലിക്സ് നിന്നുള്ള ഈ ആഴ്ചത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനായി കൃത്രിമ മഴ പെയ്യിക്കാൻ ഒരുങ്ങുന്നത്? ഉത്തരങ്ങൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഓഫീസ് റൂമിന് മുൻവശത്ത് വെച്ചിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കേണ്ടതാണ്. സമ്മാനം കിട്ടിയത് ആർക്കാണ് എന്നറിയാൻ സ്റ്റേ ട്യൂൺഡ്. FM Medona 39.25. ദിസ് ഇസ് RJ അവന്തിക സൈനിങ് ഓഫ്. നിങ്ങൾ കേട്ടത് FM Medona 39.25. പറയാം, പാടാം, കേട്ട് രസിക്കാം.